കാര്യം ആദ്യം പടച്ചോനെ സ്തുതിക്കുന്നത് പുറത്ത് നമ്മളെ സക്കാഫിസ്ഥാൻ നമ്മളെ വകര് നന്ദിയും പറയണ്. അറിയാതെങ്കിലും ഈ സത്യം ഇതുവരെ ഒരു മണിക്കൂർ കണ്ട തൊള്ളട്ടപ്പോ കണ്ടോ, ഇതാണ് നിങ്ങൾ ഇതുവരെ നിഷേധിച്ചുകൊണ്ടിരുന്നത്. ഈ ഇബാറത്തിന് ഇതുവരെ നിഷേധിച്ചു നടന്നത് അറിയാതെ നിങ്ങളുടെ നാവിൽ കൂടി സത്യം പറയിപ്പിച്ച അള്ളാഹുവിന് സർവസ്തുതിയും. കേട്ടോ, ഇനി ഞങ്ങളെ പ്രശ്നം തീർന്നു. സലാമേ കേട്ടോ, നിങ്ങളെ ഉസ്താദിനെ കൊണ്ട് എന്നെ പറയിപ്പിച്ചു. ഇപ്പൊ കണ്ടോ, ഞങ്ങളെ എന്താണ് അദ്ദേഹത്തിന്റെ പേര് ഉബൈദ് മൗലവി പറഞ്ഞ സത്യമാണ്. ബോധ്യായില്ലേ? ഇനി എന്താ വരണോ വരുന്നില്ലേ? ഇനി എന്റെ സ്വാതന്ത്ര്യമാണ്, വരണോ വരുന്നില്ലേ? ഇനി നമുക്ക് വ്യവസ്ഥയിലേക്ക് കടക്കാം. ഞങ്ങളുടെ ആവശ്യം പൂർത്തീകരിച്ചു. അത് സമ്മതിച്ചെന്നില്ലേ? ഉണ്ട് എന്ന് സമ്മതിച്ചില്ലേ? ഇതുവരെ ആ കുട്ടി അടക്കമുള്ളവരെന്തേ തെറ്റിദ്ധരിച്ചിരുന്നത്? അള്ളാഹുവിന്റെ റസൂലിനെ പ്രസവിക്കപ്പെട്ടത് റമളാൻ മാസത്തിൽ എന്നൊരു അഭിപ്രായമേ ലോകത്തില്ല എന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. പിന്നെ ഇദ്ദേഹത്തോട് ആ റഹ്മാൻ ആയത്തൊന്ന് പറയട്ടെ. സഖാഫി ഉസ്താദ് എന്താ നിങ്ങൾ ഈ പറയണ? ഇക്കാലം വരെ കിതാബ് ഹസൻ ഉസ്താദിന്റെ ഭാഷയിൽ പറയണ ഊതി പഠിച്ചിട്ടുള്ളൂ, ഓതി പഠിച്ചില്ലേ? അള്ളാഹു തആല കുട്ടികളെ ഉണ്ടാക്കി സന്താനങ്ങളെ ആക്കി എന്നൊരു ആയത്ത് ഒരാൾ ഇല്ല എന്ന് നിഷേധിച്ചാൽ ഉണ്ട് എന്ന് സമ്മതിപ്പിക്കണ്ടേ? എന്നതുപോലെയാണ് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല എന്ന് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉണ്ട് എന്ന് കാണിച്ചു കൊടുത്തു. അല്ലാതെ അവിടെ ഖുർആൻ എന്താണ് ഉദ്ദേശം എന്നല്ല. ഒരാൾ പറയേ അങ്ങനത്തെ ഒരു ആയത്ത് ഖുർആനിലേ ഇല്ല. ഉണ്ട് റമളാനിന്റെ റസൂലുള്ളാഹിനെ പ്രസവിക്കപ്പെട്ടു എന്നൊരഭിപ്രായം ബിദായിലുണ്ട്. ഉസ്താദും സമ്മതിച്ചു, ഞങ്ങളും സമ്മതിച്ചു, സലാമിന് ബോധ്യായി. വരണമെങ്കിൽ വരാ, ഇപ്പൊ ചാൻസ് ഉണ്ട്.